ഞങ്ങളിപ്പോ ചർച്ച് സ്ട്രീറ്റിൽ നിന്ന് ഊബർ വിളിച്ചിട്ട് എന്താ മാളിന്റെ പേരെന്തായിരുന്നു? ഗരുഡ മാളിലേക്ക് പോവുകയാണ്. നമ്മൾ ബസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു കേട്ടോ. തിരൂരിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് 800 രൂപയാണ്. 7:30ക്കാണ് ബസ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു 2 മണിക്കൂർ ടൈമും കൂടെ ഉണ്ട്. അപ്പോൾ ബാംഗ്ലൂരിലെ ഗരുഡ മാളും കൂടെ ഒന്ന് കാണാൻ വേണ്ടി പോകണം. കുറേ സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലെ MG റോഡ് അതുപോലെ തന്നെ ചർച്ച് സ്ട്രീറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു VIP സെൻ്ററാണ്. ബാംഗ്ലൂരിലെ ഭയങ്കര ഫേമസ് സെലിബ്രിറ്റീസും അതുപോലെ തന്നെ ഫോറിനേഴ്സൊക്കെ വരുന്ന കിഡ്ലൻ സ്പോട്ടായിരുന്നു. സോ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നമ്മൾ 1-2 ഫ്രണ്ട്സൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കണ്ടു, ജ്യൂസൊക്കെ കുടിച്ചു. ഞങ്ങളിപ്പം ഗരുഡ മാളിലേക്ക് പോവുകയാണ്. രാത്രി 7:30ക്ക് ബസ്സിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നാട്ടിലേക്ക് റിട്ടേൺ പോകാനായിട്ട്. അപ്പോൾ ഊബർ സർവീസ് ഇവിടെ അടിപൊളിയാണ് കേട്ടോ. ബാംഗ്ലൂരിൽ നമ്മൾ ഊബറിലാണ് ഇപ്പം ഉച്ചയ്ക്ക് ശേഷമുള്ള യാത്രയെല്ലാം ഊബറിലായിരുന്നു. അടിപൊളിയാണ്. ടാക്സി, ഓട്ടോ സൂപ്പർ സർവീസാണ്. അപ്പോൾ ഞങ്ങളിപ്പം ഗരുഡ മാളിലേക്ക് ഊബർ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. നമുക്കിനി ഗരുഡ മാളും കൂടെ ജസ്റ്റ് കാണാം. ബാംഗ്ലൂരിലെ ഗരുഡ മാളിലാണ് കേട്ടോ. നമ്മൾ MG റോഡിൽ ചർച്ച് സ്ട്രീറ്റിൽ പോയി. ദെൻ അതിനുശേഷം നമ്മൾ ഗരുഡ മാളിലാണ്. ബാംഗ്ലൂരിലെ ഒരു ഫേമസ് മാളിൻ്റെ ഉള്ളിലാണ്. മാളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഏതായാലും നമുക്കിനി 2-3 മണിക്കൂറും കൂടി ടൈമിംഗ് ഉണ്ട്. ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ബസ്സാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ബാംഗ്ലൂർ ടു തിരൂരാണ്. അപ്പോൾ നമുക്ക് 7:30ക്കാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. അതുവരെ നമ്മളൊന്ന് ഇവിടെ ജസ്റ്റ് ഒന്നും കൂടെ കറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഗരുഡ മാളും കൂടെ ഒന്ന് എടുത്തും
ഇതന്നെ സാർ ഇതന്നെ ബാംഗ്ലൂരിലെ MG റോഡിലെ ചർച്ച് സ്ട്രീറ്റിലെ രാത്രിയിലത്തെ ആ ഒരു വൈബാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു VIP ഏരിയയാണ്. സോ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. ശരിക്കും ആ ഒരു വൈബ് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അടിപൊളിയാണ്. രാത്രിയുടെ ഭയങ്കര റഷാണ്, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നേരത്തെ വന്നു പോയതാണ്. അപ്പോൾ ഞങ്ങൾ രാത്രി ഒന്നും കൂടെ ഇവിടുത്തെ ആ ഒരു വൈബ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വാക്കിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിറയെ കോഫി ഷോപ്പുകളുണ്ട്, ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, മാളുകളൊക്കെ ഉണ്ട്. കൂടുതലും ഇവിടെ ഫോറിനേഴ്സാണ് ഇവിടെ വന്നു പോകുന്നത്. അടിപൊളി കോഫി ഷോപ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ പകലിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പം ബാംഗ്ലൂരുവിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ചർച്ച് സ്ട്രീറ്റിലെ നൈറ്റിലെ ആ ഒരു മനോഹരമായിട്ടുള്ള വൈബാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചർച്ച് സ്ട്രീറ്റിലായിട്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് കുറേ ഡാൻസ് പബ്ബുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞങ്ങളിവിടെ ആക്ച്വലി ഒരു 4 മണി സമയത്ത് വന്ന് പോയതാണ്. അപ്പം നമ്മൾ രാത്രിയിലെ ആ ഒരു വൈബ് കാണാൻ വേണ്ടിയിട്ട് എഗെയിൻ വന്നതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു ഡാൻസ് പബ്ബാണ്. അതിൻ്റെ ഒരു എൻട്രൻസ് ആണ് കാണുന്നത്, കണ്ടോ. ഇതൊന്നും മുണ്ടാണ്ട് പോയിക്കോ. പിന്നെ ഭയങ്കര ഇതാണ് ആ മാളെന്നല്ല.
ശരി. ഇത് ഇവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടെ ബൊഫേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 6:45 ആണ്, 7:45. വീക്കെൻഡ് ലഞ്ച് ബൊഫറ്റാണ് ഇവർ കൊടുക്കുന്നത്. സാറ്റർഡേ സൺഡേ വെജ് നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. മൈൻലാൻഡ് ചൈന എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് വരുന്നത്. ബാംഗ്ലൂരിലെ ചർച്ച് സ്ട്രീറ്റിലെ ഒരു ഫേമസ് ആയിട്ടുള്ള അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് അതിൻ്റെ ബോർഡ്, കണ്ടോ. അടിപൊളി. നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് അകത്തേക്ക് പോകുന്നത് ഭയങ്കര ഭംഗി, അടിപൊളിയാണ് കേട്ടോ, ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ കാണിച്ചു തരാം, കണ്ടോ. സോ ബ്യൂട്ടിഫുൾ ആംബിയൻസ്, സൂപ്പർ ആണ്. ഓക്കെ. Because we are having 3 restaurants over here, like one is mainland China, that is Chinese. Another one is Calcutta, that is basically Calcutta food, Calcutta cuisine, okay, Bengali. And the other one is Happy Pola, that is basically pop along with some quick bites. Okay, thank you sir, thank you so much. I am from Kerala. Thanks. Thank you. മെസ്സേജ് വാട്സാപ്പ് മലയാളിയാണല്ലേ? നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ബസ് ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബസ്സിൽ നമ്മൾ റിസർവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. A1 ട്രാവൽസ് എന്ന് പറയും. നമുക്ക് ബാംഗ്ലൂർ ടു കേരളത്തിലേക്ക് എല്ലാ ദിവസവും ഒരു സർവീസ് നടത്തുന്നുണ്ട് A1 ട്രാവൽസ്. ഒരാൾക്ക് 900 രൂപയാണ് ഇൻക്ലൂഡിങ് GST അവർ ചാർജ് വരുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ആപ്പ് വഴിയാണ് ഇവർ ടിക്കറ്റൊക്കെ റിസർവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ബാംഗ്ലൂർ ടു മൈസൂർ വഴിയാണ് പോകുന്ന വഴിക്ക് ഇവിടെ എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് അവരിവിടെ നിർത്തി തരുന്നുണ്ട് വണ്ടി. അപ്പോൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ബാംഗ്ലൂർ 2 ദിവസം ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു ദിവസം നമ്മൾ കംപ്ലീറ്റ് വണ്ടർലാണ് എക്സ്പ്ലോർ ചെയ്തത്. വൺ ഡേ നമ്മൾ ബാംഗ്ലൂരിലെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ മാളുകളൊക്കെ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസ് വരും, നിങ്ങളെല്ലാവരും കാണുക. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങണം. നാളെ രാവിലെ മോർണിംഗ് 7:30 മണിക്ക് നമ്മൾ തിരിച്ച് നാട്ടിലെത്തും. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ വണ്ടർല അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ കുറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു.
നമ്മൾ ഇതുവരെ കാണാത്ത ബാംഗ്ലൂരിനെ കൂടുതൽ അറിയുവാനും അടുത്തറിയുവാനും ബാംഗ്ലൂരിൻ്റെ ഒട്ടുമിക്ക അടിപൊളി സ്ഥലങ്ങൾ രാത്രിയിലെ വൈബൊക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.